ഞാനിവിടെ രണ്ട് ഉദാഹരണം പറയാം. ഒന്ന്, നമ്മൾ സാധാരണ കാണുന്ന 3 ഡയമെൻഷൻ വേൾഡിൽ നിന്നും മറ്റൊരുപാട് ഡയമെൻഷനുകൾ നമുക്ക് ചുറ്റുപാടും നിലനിൽക്കുന്നുണ്ട്. രണ്ട്, ഒരുപക്ഷെ നമ്മളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ കഴിയാത്ത എന്നാൽ നമ്മളുമായിട്ട് വളരെ അരികിലുണ്ടാകാവുന്ന ഒരു നക്ഷത്ര സമൂഹമോ മറ്റൊരു സൗരയൂഥമോ ജീവിവർഗങ്ങൾ അടങ്ങിയ മറ്റൊരു ഗ്രഹമോ ചിലപ്പോൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അവരെ നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യാത്തതോ ചിലപ്പോൾ അവർക്ക് നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ഡയമെൻഷനിലോ ആയിരിക്കാം എന്ന് നമുക്ക് പറയാം. ഇതിനുള്ള കാരണം എന്ന് പറയുന്നത്, നമ്മൾ സാധാരണ ഇൻട്രാക്ട് ചെയ്യുന്നത് ഒരു 3D വേൾഡിലാണ്. കുറച്ചുകൂടി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ 3+1 ഡയമെൻഷൻ എന്ന് നമ്മൾ പറയാറുണ്ട്. സ്പേസിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന XYZ വരുന്ന 3 ഡയമെൻഷനുകളും ടൈം എന്ന് പറയുന്ന ഒരു ഡയമെൻഷനും. അപ്പോൾ ഇത് റിലേറ്റിവിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മൾ വൈഡായിട്ട് യൂസ് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ ഉപയോഗിക്കുന്നതാണ്. പക്ഷേ ഈ സ്പേഷ്യൽ ഡയമെൻഷൻ എന്ന് പറയുന്നത് വളരെ വിചിത്രമാണ്. കാരണം നമ്മൾ അറിയുന്ന അനുഭവിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല നമുക്ക് ചുറ്റുപാടിൽ നിന്ന് കണ്ടെത്താൻ സാധിക്കുക. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഞാൻ പറയാൻ പോകുന്നത് എന്താണ് ഡയമെൻഷൻസ്, എന്തുകൊണ്ടായിരിക്കാം ശാസ്ത്ര സമൂഹം കൂടുതൽ ഡയമെൻഷനുകൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്നത്, അതിനുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്, ഡയമെൻഷനെ കുറിച്ച് നമ്മൾ വിചാരിച്ചു വച്ചിരിക്കുന്നതിൽ നിന്നും എത്ര വ്യത്യാസമാണ് ശാസ്ത്രീയമായിട്ടുള്ള മാനം അല്ലെങ്കിൽ ഡയമെൻഷൻ എന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥം. ഹായ് ഫ്രണ്ട്സ്, JR സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ മുതലുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഞാൻ പറയുന്ന വീഡിയോസിലെ ടോപ്പിക് വൈസ് ആയിട്ടുള്ള കാര്യങ്ങൾ താഴെയുള്ള ടൈം സ്റ്റാമ്പിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇൻട്രൊഡക്ഷൻ, BGM അതുപോലെയുള്ള ഓരോ കാര്യങ്ങളും ഞാൻ താഴെ ടൈം സ്റ്റാമ്പായിട്ട് കൊടുക്കുന്നത് കൊണ്ട് എളുപ്പത്തിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് കാണുന്നതിനും ഒന്നുകൂടെ റിപ്പീറ്റ് അടിച്ച് കാണുന്നതിനും സാധിക്കും. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം, നമ്മൾ അനുഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ ഡയമെൻഷനുകൾ നമുക്ക് ചുറ്റുപാടുമുണ്ടെന്നും നമ്മുടെ ലോകത്തിന് തൊട്ടുമുകളിലായിട്ട് ചിലപ്പോൾ മറ്റൊരു ലോകം നമ്മൾ അദൃശ്യമായി നിലനിൽക്കുന്നുണ്ടെന്നും പറഞ്ഞതിൽ അതിശയോക്തി ഇല്ലാതെ ശാസ്ത്രീയമായിട്ട് കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഫീൽ ചെയ്യുന്നത് എന്തൊക്കെയാണ്? നീളം, വീതി, ഉയരം എന്ന് പറയുന്ന 3 സ്പേഷ്യൽ ഡയമെൻഷനുകളാണ്. സ്പേഷ്യൽ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ചലിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. മുന്നോട്ട്, പിന്നോട്ട്, ഇടത്തോട്ട്, വലത്തോട്ട്, മുകളിലേക്ക്, താഴേക്ക്. ഇതല്ലാതെ നമുക്ക് സാധ്യമായിട്ടുള്ള ചലനങ്ങളൊന്നുമില്ല. പക്ഷേ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ നമുക്കിടയിലുണ്ട്. ആദ്യം, എന്താണ് ഡയമെൻഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നോക്കാം. നമ്മൾ കണ്ടുവരുന്ന സിനിമകളിലും പുസ്തകങ്ങളിലും ലേഖനങ്ങളിലും ഒക്കെ തന്നെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ഒരു പാരലൽ യൂണിവേഴ്സ് അല്ലെങ്കിൽ ഒരു ആൾട്ടർനേറ്റീവ് യൂണിവേഴ്സിനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് ഒരു ഡോർ തുറക്കുന്നു, അപ്പോൾ നമ്മൾ കാണുന്ന ഡയമെൻഷനിൽ നിന്നും മറ്റൊരു ഡയമെൻഷനിലേക്ക് പോവുകയും അവിടെ മറ്റൊരു ലോകം കാണുകയും ചെയ്യുന്നു. അതായത് ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു ന്യൂ വേൾഡാണ്. നമ്മുടെ വേൾഡിൽ നിന്നും ഡിസ്കണക്റ്റ് ആയ, വേറെ ഫിസിക്സിൻ്റെ നിയമങ്ങളുള്ള, വേറെ ആളുകളുള്ള, സൂപ്പർ പവറുള്ള ആളുകളുള്ള, ഇരുട്ടത്ത് തിളങ്ങുന്ന ആളുകളുള്ള ഒരു ലോകത്തെയാണ് നമ്മൾ ഡയമെൻഷൻ എന്നതുകൊണ്ട് എപ്പോഴും കേൾക്കുമ്പോൾ മനസ്സിൽ ചിന്തിച്ചെടുക്കുന്നത്. അതിന് ഏറ്റവും കൂടുതൽ കാരണമാകുന്നത് ഒരുപക്ഷെ ഡാർക്ക്, അതുപോലെ തന്നെ സ്ട്രേഞ്ചർ തിങ്സ്, മാർവലിൻ്റെ സിനിമകൾ തുടങ്ങിയവയിലൂടെ വരുന്ന കഥകളൊക്കെ ആയിരിക്കാം. അതായത് ഒരു വാക്കിന് പോപ്പുലറായിട്ട് ഒരു മീനിങ്ങും സയൻറ്റിഫിക്കായിട്ട് മറ്റൊരു മീനിങ്ങും ഉണ്ട് എന്ന് നമുക്ക് തോന്നാം. ഞാൻ ഇപ്പോഴും ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നത് മറ്റൊരു ലോകമാണ്, നമ്മൾ കാണാത്ത, നമ്മൾ അറിയാത്ത, നമ്മളെ അറിയാത്ത മറ്റൊരു എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള വേൾഡ് ആയിരിക്കും മനസ്സിൽ വരിക. പക്ഷേ അതുണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കാമെങ്കിൽ പോലും, ശാസ്ത്രീയമായിട്ട് അതിലേക്ക് വരുന്ന ഘടകങ്ങൾ ഇങ്ങനെയൊന്നുമല്ല. അതായത് സാധ്യമായിട്ട് നമുക്ക് ചലിക്കാൻ കഴിയുന്ന ഒരു ദിശ എന്നുള്ള രീതിയിലാണ് നമുക്ക് സ്പേഷ്യൽ ഡയമെൻഷനുകളെ പറയാൻ കഴിയുക. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന 3 ഡയമെൻഷനുകളും പിന്നെ മറ്റൊരു സ്പേസ്, വേണമെങ്കിൽ ഹൈപ്പർ സ്പേസ് എന്നൊക്കെ പറയാൻ കഴിയുന്ന മറ്റ് പല ഡയറക്ഷനിലുള്ള ചലനത്തെയുമാണ് നമ്മൾ ഡയമെൻഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഡയമെൻഷൻ എന്ന് പറയുന്ന പദം പണ്ടേ സയൻറ്റിസ്റ്റുകൾ ഉപയോഗിക്കുന്നതാണ്. പക്ഷേ സാധാരണക്കാർക്ക് വേണ്ട വിധത്തിൽ മനസ്സിലായി തുടങ്ങാത്തത് കൊണ്ട് എഴുത്തുകാരും സിനിമ ഉണ്ടാക്കുന്നവരും പുസ്തക രചയിതാക്കളും ഒക്കെ തന്നെ അതിനെ സൗകര്യപൂർവ്വം മറ്റൊരു ലോകമായിട്ട് പുനഃസൃഷ്ടിച്ചതാണ്. 1 ഡയമെൻഷൻ, 2 ഡയമെൻഷൻ, 3 ഡയമെൻഷൻ എന്ന് പറയുന്ന 3 പോസിബിൾ ഡയമെൻഷനുകളാണ് നമുക്കറിയാൻ സാധിക്കുക. ഒരു സ്ട്രെയിറ്റ് സ്ട്രിങ് അല്ലെങ്കിൽ വളരെ നീളമുള്ളൊരു വള്ളി, അതുപോലെ കാണാൻ കഴിയുന്ന കുറേ ക്രീച്ചറുകളും ഉണ്ടെങ്കിൽ അവർ ജീവിക്കുന്ന ലോകമാണ് 1 ഡയമെൻഷൻ എന്ന് പറയുന്നത്. അതായത് മുന്നോട്ടും പിന്നോട്ടും മാത്രം സഞ്ചരിക്കാൻ സാധിക്കുന്ന ഒരു വള്ളിയിലൂടെ സഞ്ചരിക്കുന്ന ലോകം. ആ ലോകത്തുള്ള ആളുകൾക്ക് ഒന്നുകിൽ മുൻപോട്ട് അല്ലെങ്കിൽ പിറകോട്ട്, അവർക്ക് ലെഫ്റ്റ്, റൈറ്റ്, അപ്പ് ആൻഡ് ഡൗൺ ഇവയൊന്നും അറിയാൻ സാധിക്കില്ല. ഇപ്പോൾ നമ്മൾ ഒരു കയറിലൂടെ നടന്നു പോവുകയാണെങ്കിൽ നമുക്ക് ആ ഒരൊറ്റ പോസിബിൾ മോഷൻ മാത്രമേ സാധ്യമാകൂ എന്ന് വിചാരിക്കുക. എങ്കിൽ നമ്മൾ 1 ഡയമെൻഷണൽ ക്രിയേച്ചേഴ്സാണ്, അല്ലെങ്കിൽ 1 ഡയമെൻഷനിൽ ജീവിക്കുന്ന ജീവജാലങ്ങളാണ്.
ഇനി 2 ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറയുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ, നമ്മളൊരു വരയ്ക്കുന്ന ഒരു വര, ആ വരയിൽ ജീവിക്കുന്ന ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അതിനെ ഡിപ്പെൻഡ് ചെയ്യാതെ ആ ഒരു ലൈനിൽ നിന്നും 90 ഡിഗ്രി മാറി മറ്റൊരു ലൈൻ നമ്മൾ വരച്ചാൽ, അതായത് ആദ്യത്തെ സ്ട്രെയിറ്റ് ലൈൻ എക്സ് ആണെങ്കിൽ രണ്ടാമതൊരു വൈ എന്ന് പറയുന്ന 90 ഡിഗ്രിയുള്ളൊരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഈ ആദ്യത്തെ ലൈനെ ഡിപ്പെൻഡ് ചെയ്യാതെ അവിടെ ഒരു വീതി കൂടി വരുന്നു, ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. അപ്പം നമ്മൾ മുമ്പോട്ടും പിൻപോട്ടും എന്നുള്ള ഡയമെൻഷനിൽ നിന്ന് ഇടത്തോട്ടും വലത്തോട്ടും എന്നൊരു ഡയമെൻഷൻ കൂടി വരുന്നു. അതായത് പ്ലെയിൻ, ഞാൻ ഈ ഉപയോഗിക്കുന്ന ബുക്ക് അല്ലെങ്കിൽ മേശ, മൊബൈലിൻ്റെ സ്ക്രീൻ, ഇതൊക്കെ തന്നെ 2 ഡയമെൻഷനലാണ്. 2 ഡയമെൻഷനൽ ആകുമ്പോഴുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈറ്റ് എന്താണെന്ന് അറിയില്ല. നമ്മളൊരു പേന വെച്ചുകൊണ്ട് ഒരു വര വരയ്ക്കുമ്പോൾ ആ വരയിൽ പ്രധാനമായിട്ടും നമ്മുടെ ഒരു സൈസിൽ നിന്ന് നോക്കുമ്പോൾ എക്സ് ആൻഡ് വൈ ഡയറക്ഷൻ മാത്രമേ നടക്കുന്നുള്ളൂ. അപ്പോൾ ഈ 2 ഡയമെൻഷണൽ വേൾഡിനെ മിഷിയോ കാക്കു എന്ന് പറയുന്ന ഫേമസ് ആയിട്ടുള്ള ഒരു ഫിസിസിസ്റ്റ് പറഞ്ഞ ഒരു ഇൻ്റർവ്യൂവിലെ കഥയുമായിട്ട് താരതമ്യപ്പെടുത്തി പറഞ്ഞുതരാം. അതായത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇൻ്റർവ്യൂ ആണ് എന്നെ ഇത് പറയാൻ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തത്. നമ്മളൊരു കുളം എടുക്കുകയാണ്, ആ കുളത്തിൽ മീനുകൾ കിടക്കുന്നു. ഈ കുളത്തിന് ആഴമില്ല, അതായത് മീനുകൾക്ക് ജീവിക്കാൻ കഴിയുന്നത്ര രീതിയിൽ പരന്ന് കിടക്കുന്ന ഒരു കുളമാണ്. അവിടെ കുറേ മീനുകൾ ജീവിക്കുന്നു. ആ മീനുകൾക്ക് അപ്പ് ആൻഡ് ഡൗൺ എന്താണെന്ന് അറിയില്ല. അവർ മുന്നോട്ടും പിന്നോട്ടും ഇടത്തോട്ടും ഒക്കെ സഞ്ചരിച്ച് ജീവിക്കുന്ന ജീവജാലങ്ങളാണ്. അപ്പോൾ നമ്മൾ അത് മനസ്സിൽ കാണുക. അപ്പോൾ ആ ജീവിയെ സംബന്ധിച്ചിടത്തോളം ഒരു കെട്ടിൻ്റെ ഇടയിൽ വെള്ളം കെട്ടി നിൽക്കുന്നു, അതിൽ അവർ ജീവിക്കുന്നു. ചിലപ്പോൾ അവർക്ക് നല്ല ശാസ്ത്രബോധം ഉണ്ടായിരിക്കാം. അവർ പഠിക്കുന്ന പുസ്തകങ്ങളിലൊക്കെ തന്നെ അവർ 2 ഡയമെൻഷണൽ വേൾഡിനെ കുറിച്ചും അതുമായി ബന്ധപ്പെട്ട മാത്തമാറ്റിക്കൽ കാൽക്കുലേഷനും ഒക്കെയാണ് പഠിക്കുന്നത് എന്ന് വിചാരിക്കുക. അപ്പോൾ അവരുടെ ലോകത്ത് അവർക്ക് എന്താണ് മുകളിൽ താഴെ എന്ന് അറിയില്ല. അപ്പോൾ ഒരാൾ ചെന്ന് ആ മീനെ ഇങ്ങനെ പൊക്കിയെടുക്കുകയാണ്. അതിലൊരു മീനെ പൊക്കിയെടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ സമൂഹത്തിൽ ഒരു സയൻറ്റിസ്റ്റ് ആയിരിക്കാം ആ ഒരു മത്സ്യം. അപ്പോൾ ആ ഒരു മത്സ്യം അത്ഭുതപ്പെടും. കാരണം ഇതുവരെയും എക്സ്പീരിയൻസ് ചെയ്യാത്ത എന്തോ ഒന്ന്, ഇതുവരെയും പോകാത്ത ഒരു സ്പേസിലേക്ക് അത് എനർജി, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ എനർജി കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാഹചര്യത്തിലോ അത് ഉയർന്നു വന്നിരിക്കുന്നു. ഇത്രയും കാലം താൻ വിചാരിച്ചത് ചിറകുകളുണ്ടെങ്കിൽ മാത്രമേ ചലിക്കാൻ സാധിക്കൂ എന്നും ജലം എന്ന് പറയുന്ന മീഡിയത്തിലൂടെ മാത്രമേ ശ്വസിക്കാൻ സാധിക്കൂ എന്നും പഠിച്ചു വെച്ചിരുന്ന മത്സ്യത്തിൻ്റെ മുന്നിലേക്കാണ് ചിറകുകളില്ലാത്ത താൻ ജീവിച്ച കുളത്തേക്കാൾ വലിയൊരു ലോകം ആ മത്സ്യം കാണുന്നത്. വായുവിലൂടെ ചലിക്കുന്ന ജീവജാലങ്ങൾ, ഒരുപാട് പ്രദേശം, ഒരു വളരെയധികം വലിപ്പം, പ്രതീക്ഷിച്ചതിനേക്കാൾ അല്ലെങ്കിൽ സ്വപ്നം കാണാൻ കഴിയുന്നതിനേക്കാൾ വലിപ്പം, ഇതൊക്കെയായിരിക്കും ആ ഒരു മത്സ്യം അനുഭവിക്കുക. അതായത് താൻ എന്താണ് അനുഭവിച്ചതെന്ന് പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിയാത്തത്ര സ്ട്രെയിഞ്ച് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ആ മത്സ്യത്തെ കുളത്തിൽ നിന്ന് എടുക്കുമ്പോൾ അനുഭവപ്പെടുക. ഇനി നമ്മളെ കുളത്തിലേക്ക് മത്സ്യത്തെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഈ മത്സ്യം അവരുടെ സമൂഹത്തിലേക്ക് ചെന്ന് അല്ലെങ്കിൽ തങ്ങളുടെ കൂട്ടത്തിലേക്ക് പോയി തൻ്റെ ഈ സ്ട്രെയിഞ്ച് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ചിലപ്പോൾ വിശദീകരിക്കും. അങ്ങനെ വിശദീകരിക്കുമ്പോൾ ബാക്കിയുള്ളവർ വിശ്വസിക്കില്ല. കാരണം അവർ പരിണമിച്ച് വന്നത് ആ കുളത്തിലാണ്, അവർ ജീവിച്ച് വന്നത് ആ കുളത്തിലാണ്. ഇതുപോലൊരു എക്സ്പീരിയൻസ് മുമ്പെങ്ങും ഉണ്ടാകാത്തത് കൊണ്ട് അവർക്കത് എന്താണെന്ന് അറിയില്ല. ഈ ഒരു മത്സ്യത്തിന് മാത്രമേ അറിയൂ. ഇനി നമ്മൾ ജീവിക്കുന്ന 3 ഡയമെൻഷണൽ വേൾഡാണ്. ഈ കുളത്തിലെ മത്സ്യത്തെ പോലെ നമ്മൾ 3Dയിൽ ബ്ലോക്കായി കിടക്കുകയാണ്. നമുക്കറിയില്ല എന്ത് ചെയ്യണം, പുതിയൊരു ഡയമെൻഷൻ, 4th ഡയറക്ഷൻ ഓഫ് സ്പേസിലേക്ക് എങ്ങനെ പോകണമെന്ന് നമുക്കറിയില്ല. അങ്ങനെ പോയി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ആ ലോകം? അത് വലുതാണോ ചെറുതാണോ? അവിടെ മറ്റ് ജീവജാലങ്ങൾ ഉണ്ടോ? അതിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുമോ? ഡിഫറെൻറ്റ് റൂൾസ് ആണോ എന്നൊന്നും നമുക്ക് അറിയാനുള്ളൊരു സാഹചര്യം ഇല്ല. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മുടെ പരിണാമം തന്നെയാണ്. നമ്മൾ ഭൂമിയിൽ ജീവിച്ച് വളർന്ന് നമ്മൾ പരിണമിച്ച് ഇതുവരെ എത്തിച്ചേർന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പ്രശ്നമില്ല. നമ്മുടെ ശരീരത്തിലൂടെ ഒരു സെക്കൻഡിൽ കോടിക്കണക്കിന് ന്യൂട്രിനോ കടന്നു പോയത് കൊണ്ടോ നമുക്ക് ചുറ്റുപാട് നിറഞ്ഞു നിൽക്കുന്ന ഡാർക്ക് മാറ്റർ കൊണ്ടോ നമുക്ക് പ്രശ്നങ്ങളില്ല. കാരണം നമ്മളോടൊപ്പം പരിണമിച്ച് വന്ന മറ്റ് ജീവജാലങ്ങളും നമ്മൾ നേരിടുന്ന സർവൈവൽ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ തന്നെ നമ്മുടെ 3D സ്പേഷ്യൽ ഡയമെൻഷനിൽ ഒതുങ്ങുന്നതാണ്. അപ്പോൾ നമ്മൾ പരിണമിച്ച് വന്നപ്പോൾ നമ്മുടെ ബ്രെയിനിന് പെർസീവ് ചെയ്യാൻ പറ്റുന്നത് 3 ഡയമെൻഷൻ മാത്രമാണ്. 4 ഡയമെൻഷനുള്ള ഒരു ക്രീച്ചറോ അല്ലെങ്കിൽ 4 ഡയമെൻഷനിലുള്ള ഒരു വലിയ എന്തെങ്കിലും നാച്ചുറൽ ഡിസാസ്റ്ററോ ഒന്നും നമ്മൾ ഇതുവരെ ഫേസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമുക്ക് മറ്റൊരു ഡയമെൻഷനെ കുറിച്ച് ചിന്തിക്കാനോ ആ ഡയമെൻഷനെ നേടിയെടുക്കാനുള്ള ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ബുദ്ധി എന്ന് പറയുന്ന സവിശേഷമായ കഴിവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ പരിമിതികളിൽ നിന്ന് പുറത്തു കടക്കാനുള്ള ശ്രമത്തിലാണ് നമ്മൾ ഇതൊക്കെ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. ഇതൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞ 2 ഡയമെൻഷണൽ കുളത്തിലെ മത്സ്യത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കുക. അപ്പോൾ നമ്മൾ ജീവിക്കുന്നത് 3 ഡയമെൻഷണൽ വേൾഡിലാണ്. അപ്പോൾ 4 ഡയമെൻഷണൽ വേൾഡിലുള്ള ഒരു ജീവജാലത്തിന് നമ്മളെക്കാൾ കൂടുതൽ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനും വിട്ടുപോയ ഭാഗങ്ങൾ പൂരിപ്പിക്കാനും കഴിയും. ഇനി ഒരു കുത്തെന്ന് പറയുന്നത് 0 ഡയമെൻഷനായിട്ട് എടുക്കുക. അതായത് ഒരു സൈഡിലേക്കും ചലിക്കാൻ കഴിയില്ല. ഞാൻ പറഞ്ഞ 1 ഡയമെൻഷണൽ സ്ട്രിങ്ങിലൂടെ മുന്നോട്ടും പിന്നോട്ടും സഞ്ചരിക്കുന്ന ഒരു വ്യക്തി ആ സ്ട്രിങ്ങിലിരിക്കുന്ന ഒരു വസ്തുവിനെ നോക്കുന്നത് ഒരു കുത്തായിട്ടായിരിക്കും അല്ലേ? കാരണം നീളവും വീതിയില്ല. ഈ നീളമാണെങ്കിൽ മുന്നോട്ടാണ് വരുന്നത്. അപ്പോൾ ഒരു കുത്ത് മാത്രമേ കാണാൻ കഴിയൂ. നമ്മൾ ട്രെയിൻ പാളത്തിലൂടെ നടക്കുമ്പോൾ ട്രെയിൻ നമ്മളെ അഭിമുഖീകരിച്ച് വന്ന ട്രെയിനിൻ്റെ ഫ്രണ്ട് സൈഡ് ആണ് നമ്മൾ കാണുന്നത്. ട്രെയിനിൻ്റെ നീളം നമുക്കറിയാൻ കഴിയില്ല, വീതി നമുക്കറിയാൻ കഴിയില്ല. ഒരു പക്ഷേ ഫ്രണ്ട് എന്തോ ഒന്ന് കടന്നു വരുന്നു എന്നേ നമുക്കറിയാൻ പറ്റൂ. ഇതുപോലെ 1 ഡയറക്ഷൻ അല്ലെങ്കിൽ 1 ഡയമെൻഷനിലുള്ള ഒരു ജീവജാലം
സീറോ ഡയമെൻഷനിലായിരിക്കും വസ്തുക്കളെ കാണുക. കൂടുതൽ ഉദാഹരണത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ കുളത്തിലെ മത്സ്യം, ആ കുളത്തിൽ നമ്മളൊരു വൃത്തം വരച്ചു. ഇത് വൃത്തമാണെന്ന് അറിയണമെങ്കിൽ നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് നോക്കണം. അതേസമയം കുളത്തിൽ സൈഡിലൂടെ ഒരു മത്സ്യം നോക്കുമ്പോൾ ആ മത്സ്യത്തിന് വൃത്തമാണെന്ന് കാണാൻ കഴിയില്ല. നമ്മൾ വൃത്തം വരച്ചാലും ചതുരം വരച്ചാലും ത്രികോണം വരച്ചാലും ആ മത്സ്യം കാണുന്നത് ഒരു ലൈനായിട്ടായിരിക്കും. നിങ്ങൾ സൈഡ് വൈസായിട്ട് ഒരു വള എടുത്ത് ഇങ്ങനെ നോക്കുന്നത് ആലോചിച്ച് നോക്കൂ. സൈഡിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അതൊരു വളയാണെന്ന് പറയില്ല. ഇങ്ങനെ അതിൻ്റെ ഡയമീറ്ററിനനുസരിച്ചുള്ള ഒരു ചെറിയ വരയായിട്ടേ നമുക്ക് തോന്നും. അത് ചതുര വള എടുത്താലും ത്രികോണ വള എടുത്താലും നമ്മൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ 2 ഡയമെൻഷണൽ എഫക്റ്റ് കിട്ടത്തില്ല. അതായത് 2Dയിൽ ജീവിക്കുന്ന ഒരു ജീവിക്ക് 1D മാത്രമേ കാണാൻ കഴിയൂ. അങ്ങനെയാണെങ്കിൽ 3Dയിൽ ജീവിക്കുന്ന നമുക്ക് 2 ഡയമെൻഷണൽ മാത്രമേ കാണാൻ സാധിക്കൂ. എന്ത് തെറ്റാണ് ഈ പറയുന്നത്? ഞാൻ കാണുന്ന കാഴ്ച 3 ഡയമെൻഷണൽ അല്ലേ? അല്ല, നമ്മൾ കാണുന്നത് 2 ഡയമെൻഷണൽ വേൾഡാണ്. നമ്മുടെ കണ്ണിൻ്റെ റെറ്റിനയിൽ പ്രൊജക്ടർ പോലെ പതിക്കുന്ന ഇമേജുകൾ ബ്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് പ്രോസസ്സ് ചെയ്താണ് നമ്മൾ പ്രധാനമായിട്ടും 2 ഡയമെൻഷണൽ ഇമേജിനെ 3 ഡയമെൻഷണൽ ആക്കുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ ഞാനൊരു ഉദാഹരണം പറയാം. എൻ്റെ കയ്യിലൊരു പേനയുണ്ട്. ഈ പേന എവിടെയാണ് നിൽക്കുന്നത്, സ്പേഷ്യൽ ഡയമെൻഷനിൽ 3 ഡയമെൻഷനിൽ എവിടെയാണ് നിൽക്കുന്നത് എന്നെൻ്റെ കണ്ണുകൾ കൊണ്ട് നോക്കി എനിക്കറിയാം. ഈ പേന നിങ്ങളോട് അടുത്ത് അല്ലെങ്കിൽ ക്യാമറയുടെ അടുത്തും ക്യാപ്പ് പുറകെയാണ്, ഇതൊരിക്കലും അടയ്ക്കാൻ പറ്റില്ല. പക്ഷേ ഒരു കണ്ണ് അടച്ചതിന് ശേഷം നമ്മൾ കുറേ നേരം കൈയൊക്കെ ഇങ്ങോട്ട് മാറ്റിയതിന് ശേഷം നമ്മൾ ഇതിങ്ങനെ അടുപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പണ്ട് നമ്മൾ പരീക്ഷണം ചെയ്തതുപോലെ വളരെ ബുദ്ധിമുട്ടാണ്. നമുക്ക് ഈ ഒരു കൃത്യത, ഈ ഒരു ആക്യുറസി ഒരു കണ്ണ് അടച്ചതിന് ശേഷം ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആക്യുറസി നമുക്ക് കിട്ടില്ല. അതായത് നമ്മുടെ 2 കണ്ണുകളും കാണുന്നത് 2 ഡയമെൻഷനലാണ്. ഞാൻ ഈ ക്യാമറയുടെ ലെൻസിൻ്റെ ഫ്രണ്ട് സൈഡ് നീളവും വീതിയും മാത്രമേ കാണുന്നുള്ളൂ. ബാക്ക് സൈഡിലെ സ്വിച്ചുകൾ എനിക്ക് കാണത്തില്ല. ഡെപ്ത് എനിക്ക് അറിയാം, എക്സ്പീരിയൻസ് ചെയ്യാം. നമ്മുടെ ബ്രെയിൻ ചെയ്യുന്നതാണ്. നമ്മുടെ കണ്ണുകളുടെ സഹായത്തോടെ ഈ അകലം കണ്ടെത്തിയതിന് ശേഷം ബ്രെയിൻ പറഞ്ഞു തരുന്നതാണ് എത്രത്തോളം ഡെപ്തിലാണ് ഈ സാധനം ഇരിക്കുന്നതെന്ന്. ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് നമ്മൾ ഇപ്പോൾ മാഴ്സിനെയും വീനസിനെയും നമ്മൾ നോക്കുന്നു. നമുക്കറിയില്ല നമ്മുടെ കാഴ്ച കൊണ്ട് മാഴ്സാണോ വീനസാണോ അകലെയുള്ളത് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അല്ലെങ്കിൽ ചന്ദ്രൻ ആകാശത്ത് നിൽക്കുന്നു. ചന്ദ്രൻ ഇത്രയും ദൂരെ ഉള്ളത് ആണെന്നറിയാത്തൊരു വ്യക്തി, ചന്ദ്രൻ അവിടെ നിൽക്കുന്നു, ഒരു വിമാനം ഇതുവഴി പറക്കുന്നു. ചന്ദ്രനാണോ വിമാനമാണോ കൂടുതൽ ദൂരെയുള്ളത് എന്ന് ദൂരം കൂടുമ്പോൾ നമുക്കറിയില്ല. കാരണം നമ്മുടെ കണ്ണിന് ആ പ്രകാശത്തെ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു ഡെപ്ത് അറിയാൻ സാധിക്കില്ല. നമ്മളൊരു ഡൈസ്, നിങ്ങൾക്ക് ചോദിക്കാം, ഒരു ഡൈസ് നമ്മൾ 3D ആയിട്ടല്ലേ കാണുന്നത്? അല്ല, നമ്മൾ ഡൈസിൻ്റെ ഒരു ഫേസ് അല്ലെങ്കിൽ 2-3 ഫേസുകൾ നീളവും വീതിയുമാണ് കാണുന്നത്. അതിൻ്റെ പുറകു ഭാഗത്തുള്ള രൂപം എന്താണെന്ന് നമുക്കറിയാൻ കഴിയില്ല. അപ്പോൾ 3 ഡയമെൻഷൻ കാണാൻ കഴിയുന്ന ഒരു ജീവിക്ക് അല്ലെങ്കിൽ ഒരു വിഭാഗത്തിന് എല്ലാ കോർണറുകളും കാണാൻ കഴിയും. നീളവും വീതിയും ഉയരവും ഒരേ സമയം മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ 3 ഡയമെൻഷനിൽ ജീവിക്കുന്നവരായതുകൊണ്ട് നമുക്ക് 2 ഡയമെൻഷനെ കാണാൻ കഴിയും. 4 ഡയമെൻഷനിൽ ജീവിക്കുന്ന വ്യക്തികളാണെങ്കിൽ അവർക്ക് 3D നന്നായിട്ട് കാണാൻ കഴിയും. ഞാനിവിടെ 4D എന്ന് പറയുമ്പോൾ ഈ 3+1 ടൈം, അതായത് 3 സ്പേഷ്യൽ ഡയമെൻഷനും ഒരു ടൈം എന്ന് പറയുന്ന ഡയമെൻഷനും എടുക്കുന്നത് പരിഗണിക്കരുത്. ഇവിടെ ഞാൻ പറയുന്ന സ്പേഷ്യൽ ഡയമെൻഷനാണ്, അതായത് സ്പേസിന് നമ്മുടെ മോഷനുമായി ബന്ധപ്പെട്ട ഡയമെൻഷനാണ്. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് 4Dയിലുള്ള ജീവജാലങ്ങൾക്ക് 3D ആയിട്ട് കാണാൻ സാധിക്കുകയുള്ളൂ. ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായെങ്കിൽ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. എന്തുകൊണ്ടായിരിക്കും മറ്റൊരു ഡയമെൻഷൻ ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കാനുള്ള കാരണം? ഒന്നാമത്തെ കാരണം ഞാൻ കുളത്തിലെ മത്സ്യത്തെക്കുറിച്ച് പറഞ്ഞ അതേ ഉദാഹരണം തന്നെയാണ്. നമ്മൾ പരിണമിച്ച് വന്നവരാണ്, നമുക്ക് ഇതുവരെയും ഇൻറ്ററാക്ട് ചെയ്യേണ്ടി വന്നിട്ടില്ല. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഗ്രാവിറ്റി എന്ന് പറയുന്ന ഒരു ഫോഴ്സ് നമ്മൾ ചെലുത്തുന്ന സ്വാധീനമാണ്. നിങ്ങൾ ഡാർക്ക് മാറ്ററിൻ്റെ കാര്യം എടുക്കുക. പ്രപഞ്ചത്തിൻ്റെ 3/4 ഭാഗവും നിറഞ്ഞു നിൽക്കുന്നത് ഡാർക്ക് മാറ്റർ ആണെന്ന് പറയുമ്പോഴും നമ്മൾ കാണുന്ന മാറ്റർ വെറും 5% മാത്രമേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ കാണുന്ന 5% കൊണ്ട് ഈ ലോകം ഉണ്ടാക്കിയിരിക്കുക? ബാക്കി 75% കൊണ്ട് എന്തുകൊണ്ട് മറ്റൊരു ലോകം സാധ്യമല്ല? എന്നാൽ നമുക്ക് ചുറ്റും നിറഞ്ഞു നിൽക്കുന്ന ഈ ഡാർക്ക് മാറ്ററിനെ കാണാനോ എക്സ്പീരിയൻസ് ചെയ്യാനോ അല്ലെങ്കിൽ ന്യൂട്രിനോകളെ കാണാനോ ഹിഗ്സ് ഫീൽഡ് കാണാനോ ഒന്നും നമുക്ക് കഴിയുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രകാശവുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു പ്രത്യേക ഡയമെൻഷനിലുള്ള കാര്യങ്ങൾ മാത്രമാണ് കാണുന്നത്. എന്നാൽ ഈ ഡാർക്ക് മാറ്ററിനെ ഗ്രാവിറ്റിക്ക് അട്രാക്ട് ചെയ്യാൻ സാധിക്കും. ഗുരുത്വാകർഷണ ബലത്തിന് ഡാർക്ക് മാറ്ററിനെ അട്രാക്ട് ചെയ്യാൻ സാധിക്കും. അതുമാത്രമല്ല, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫണ്ടമെൻ്റലായിട്ടുള്ള 4 ഫോഴ്സുകളിൽ ഏറ്റവും വീക്ക് ഫോഴ്സ് എന്ന് പറയുന്നത് ഗുരുത്വാകർഷണമാണ്. നമ്മളൊരു ഡ്രൈ ആയിട്ടുള്ള മുടിയിൽ ഒരു പേന ഉരച്ചതിന് ശേഷം ഒരു പേപ്പർ പീസ് കാണിച്ചു കഴിഞ്ഞാൽ അത്ര ചെറിയ ഫോഴ്സിന് പോലും ഈ ഭൂമി മൊത്തത്തിലൊരു പേപ്പറിനെ വലിച്ചു വെച്ചിരിക്കുകയാണ് താഴേക്ക് വീഴാൻ വേണ്ടി. ഈ താഴെ ഇരിക്കുന്ന പേപ്പറിനെ ഫുൾ ഗ്രാവിറ്റിയാണ് താഴെ നിർത്തുന്നത്. നമ്മളൊരു മുടിയിൽ പേന ഉരച്ചിട്ട് അതിങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഈ പേപ്പർ ഈ പേനയിൽ ഒട്ടുന്നത് ഗ്രാവിറ്റിയെ എതിർത്തുകൊണ്ടാണ്. അതായത് മറ്റെല്ലാ ഫോഴ്സുകൾക്കും, ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിനും വീക്ക് ന്യൂക്ലിയർ ഫോഴ്സിനും സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിനും ഒക്കെ തന്നെ വളരെ പവറാണ്. പക്ഷേ ഗ്രാവിറ്റി എന്തുകൊണ്ട് ഇങ്ങനെ വീക്കായിപ്പോയി? അതിനുള്ള ഉത്തരം ചിലപ്പോൾ മറ്റു ഡയമെൻഷനുകളിൽ കൂടി നമുക്ക് അറിയാൻ പറ്റാത്ത ഒരുപാട് ഡയമെൻഷനിലേക്ക് ഗ്രാവിറ്റി ഇങ്ങനെ നീണ്ടു കിടക്കുന്നുണ്ടായിരിക്കും. അതുപോലെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഗ്രാവിറ്റി വളരെ കുറച്ച് % മാത്രമാണ്. ബാക്കി മുഴുവൻ മറ്റേതൊക്കെയോ ഡയമെൻഷനിൽ നീണ്ടു നിരന്ന് കിടക്കുന്നുണ്ടായിരിക്കാം എന്ന് വിശ്വസിക്കാം.
രണ്ടാമത്തെ സാധ്യത ഫിസിക്സിൻ്റെ ചില ഇക്വേഷനുകളും ചില കണ്ടെത്തലുകളും ഈ ഡിസ്കണക്റ്റഡ് ആണ്, അതായത് നമുക്ക് പരസ്പരം അതിനെ ബന്ധിപ്പിക്കാൻ കഴിയുന്നില്ല. ബിഗ് ബാങ്ങിൻ്റെ സമയത്ത് നമ്മുടെ ഈ നിയമങ്ങളൊക്കെ തന്നെ ഗ്രാവിറ്റിയും ഇലക്ട്രോ മാഗ്നറ്റിസവും ക്വാണ്ടം മെക്കാനിക്സും റിലേറ്റിവിറ്റിയും ഒക്കെ ചേർന്ന് ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു ഫിസിക്സ് ലാ അല്ലെങ്കിൽ ഫിസിക്സിൻ്റെ ഒരു ബഞ്ച് ഉണ്ടായിരിക്കും, ഒരു ക്രിസ്റ്റൽ പോലെ ഒന്നായിട്ട് നിൽക്കുന്ന എല്ലാത്തിനെയും കണക്ട് ചെയ്ത് നിർത്തുന്ന നിയമങ്ങൾ പറയാൻ കഴിയുന്ന എന്തോ ഒന്ന് ബിഗ് ബാങ്ങിൻ്റെ സമയത്ത് ഉണ്ടായിരുന്നിരിക്കണം. ബിഗ് ബാങ് കഴിഞ്ഞപ്പോൾ നമ്മുടെ വേൾഡ് മാത്രമല്ല ഒരുപാട് ഡയമെൻഷനിലുള്ള വേൾഡുകൾ ഉണ്ടായിരുന്നിരിക്കണം. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ മിഷിയോക്കാക്ക് പറയുന്ന പോലെ നമ്മുടെ നിയമങ്ങളൊക്കെ തന്നെ പൊട്ടിത്തകർന്ന ചില്ല് കഷ്ണങ്ങൾ പോലെ കിടക്കുകയാണ്, 3 ഡയമെൻഷണൽ ചില്ല് കഷ്ണങ്ങൾ. നമ്മൾ 2D ആൾക്കാരാണെന്ന് വിചാരിക്കുക, കുറേ 3 ഡയമെൻഷനിലായിട്ടുള്ള ക്രിസ്റ്റൽസ് ഇവിടെ കിടന്നാൽ നമ്മൾ ഒരു പസിൽ ചേർത്ത് വയ്ക്കുന്ന പോലെ നമുക്ക് ആ ക്രിസ്റ്റലുകളെ ചേർത്ത് വയ്ക്കാൻ കഴിയില്ല. കാരണം നമ്മൾ ആ 2Dയിൽ നിന്നും 3D എന്ന് പറയുന്ന ഡയമെൻഷനിലേക്ക് വന്നാലേ ചിലതിൻ്റെ മുകളിൽ നമുക്ക് കറക്റ്റ് ഫിറ്റ് ചെയ്യാൻ പറ്റും, അല്ലേ? പൊട്ടിക്കിടക്കുന്ന ഒരു കുപ്പി ഗ്ലാസ് നമ്മൾ അടുക്കി പെറുക്കി പഴയതുപോലെ ഒട്ടിച്ചു വയ്ക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ 2D ആണെങ്കിൽ നമുക്കത് കഴിയില്ല, നമ്മൾ 3Dയിൽ ചിന്തിക്കണം. അതേപോലെ ഉയർന്ന ഡയമെൻഷനുകളിൽ ചിന്തിച്ചാൽ മാത്രമേ പരസ്പരം ബന്ധമില്ലാതെ കിടക്കുന്ന ക്വാണ്ടം മെക്കാനിക്സും ഇലക്ട്രോ മാഗ്നറ്റിസവും റിലേറ്റിവിറ്റിയും ഒക്കെ തന്നെ പരസ്പരം കണക്ട് ചെയ്തതിന് ശേഷം ഒരു യൂണിഫൈഡ് ഇക്വേഷനാക്കി മാറ്റാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതായത് നമ്മളിപ്പോൾ ഉത്തരം മുട്ടി നിൽക്കുന്ന ബിഗ് ബാങ്, അതുപോലെ തന്നെ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ചില പ്രത്യേകതകൾ, ഇതെല്ലാം തന്നെ ഫിറ്റ് ചെയ്ത് നമുക്ക് മനസ്സിലാകുന്ന രീതിയിലേക്ക് മാറാൻ ഒരു പുതിയ ഡയമെൻഷൻ, ഒന്നിലധികം പുതിയ ഡയമെൻഷനുകളിലേക്ക് നമ്മുടെ പഠനം വ്യാപിപ്പിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ അറ്റോമിക് ലെവലിൽ നോക്കുമ്പോൾ നമ്മുടെ പദാർത്ഥങ്ങളൊന്നും എങ്ങും പോകുന്നില്ല. എന്നാൽ ക്വാണ്ടം മെക്കാനിക്സിൽ ചിലത് അപ്പിയർ ആവുകയും ചിലപ്പോൾ ഡിസപ്പിയർ ആവുകയും ചെയ്യുന്നുണ്ട്. അതിന് കാരണം ഇത് മറ്റൊരു ഡയമെൻഷനിലേക്ക് പോയിട്ട് തിരിച്ചു വരുന്നതായിരിക്കാം ചിലപ്പോൾ ഇലക്ട്രോണും ഫോട്ടോണും. ഒരു അസംഷനാണ്, നമുക്കത് പറയാൻ മാത്രമേ കഴിയൂ. കാരണം നമ്മുടെ വേൾഡിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നു, എന്തുകൊണ്ടത് മറ്റൊരു വേൾഡിലേക്ക് പോയി എന്ന് പറഞ്ഞുകൂടാ. അപ്പോൾ വളരെ ചെറുതായിരിക്കും 4th ഡയമെൻഷൻ അല്ലെങ്കിൽ 5th ഡയമെൻഷനൊക്കെ വളരെ ചെറുതായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ ഇതിനെയൊക്കെ കൂട്ടി ഇണക്കിക്കൊണ്ട് ഒരു 11ഓളം ഡയമെൻഷനുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ലോകത്തെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് സ്ട്രിംഗ് തിയറി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം റിലേറ്റിവിറ്റിയും ക്വാണ്ടം മെക്കാനിക്സും ഒന്നും ഒത്തുപോകുന്നില്ല. ഗ്രാവിറ്റിയെ അവർക്ക് ഈ ക്വാണ്ടം മെക്കാനിക്സിലും റിലേറ്റിവിറ്റിയിലും കോമൺ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു യൂണിഫൈഡ് ഇക്വേഷൻ കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് പല പ്രശ്നങ്ങളും പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ടാണ് നമ്മൾ പുതിയ ഫിസിക്സിൻ്റെ തലങ്ങളെക്കുറിച്ച് പഠിക്കണം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കണ്ടെത്തണമെന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രിംഗ് തിയറി എന്തുമാത്രം കോംപ്ലക്സ് ആണെന്ന് ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമുക്കതൊരു വേറൊരു വീഡിയോയിൽ നോക്കാം. ലൂപ്പ് ക്വാണ്ടം ഗ്രാവിറ്റി, സ്ട്രിംഗ് തിയറി, അങ്ങനെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പല തിയറികളും ഈ പറയുന്ന ഗ്യാപ്പുകളെ ഒട്ടിച്ചേർക്കാൻ ശ്രമിക്കുന്നുണ്ട്. പല ഭാഗത്തായിട്ട് കിടക്കുന്ന ഈ ക്രിസ്റ്റൽസിനെ ചേർത്ത് ഒറിജിനൽ ക്രിസ്റ്റലിൻ്റെ ഗ്യാപ്പുകളിലേക്ക് കയറ്റി ഒരു യൂണിഫൈഡ് ഇക്വേഷൻ ആക്കാൻ ശാസ്ത്രലോകം ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഡയമെൻഷനുകൾ എന്ന് പറയുന്നത്. ഞാൻ ഇതുവരെയും നിങ്ങൾക്ക് 4 ഡയമെൻഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞില്ല. കാരണം അത് പെർസീവ് ചെയ്യാൻ അല്ലെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്ന ഒരു ലെവലിലേക്ക് നമ്മൾ ആരും എത്തിയിട്ടില്ല. നമ്മളാരും എന്ന് പറയുന്നത് ഈ കേൾക്കുന്ന നമ്മൾ പലർക്കും അത് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാര്യം നമ്മുടെ ബ്രെയിൻ അങ്ങനെയാണ് പരിണമിച്ച് വന്നത്. അപ്പോൾ അത് ഞാൻ പിന്നെ പറയാം. ഇപ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങളായി, ഒരുപാട് കഥകളായി. നിങ്ങൾക്ക് ബോറടിച്ചോന്ന് എനിക്കറിയില്ല, ഒരുപാട് നീണ്ടുപോയി. നിങ്ങൾക്ക് ഇതിൻ്റെ ഓരോ ടോപ്പിക്കുകളും നിങ്ങൾക്ക് താഴെ ടൈം ലാപ്സ് ആയിട്ട് കാണാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഫേസ്ബുക്കിൽ ഞാൻ പേജ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർക്ക് പഴയ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടെക്സ്റ്റ് പോസ്റ്റുകളും ഞാൻ ചെയ്യുന്നതാണ്. പിന്നെ കഴിഞ്ഞ വീഡിയോ വരെ ഞാൻ ക്വാറന്റൈനിലായിരുന്നു. പിന്നെ ടെസ്റ്റൊക്കെ കഴിഞ്ഞു, നാട്ടിൽ ആർക്കും പ്രശ്നമില്ല. പോസിറ്റീവ് ആയവർക്ക് നെഗറ്റീവ് ആയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ തന്നെ മാറി. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ മെസ്സേജ് അയക്കുകയും അതുപോലെ കമൻറ്റിൽ ചോദിക്കുകയൊക്കെ ചെയ്തു. എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. അതുവരെ